നമസ്കാരം. ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകൾക്ക് ശമനമില്ല. പുതിയ പ്രോട്ടോക്കോളുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് വഴി സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് സേവന ഫീസ് ഏർപ്പെടുത്തും എന്നാണ് പുതിയ പ്രഖ്യാപനം. അതേസമയം ഇറാനെതിരെയുള്ള യുഎസിന്റെ ഉപരോധ ഭീഷണിക്ക് പിന്നാലെ എണ്ണ വിപണിയിലും ചാഞ്ചാട്ടം ഉണ്ടായിരിക്കുന്നു. മറുവശത്ത് മധ്യസ്ഥ ശ്രമങ്ങളും തുടരുകയാണ്. പാക് സൈനിക മേധാവി ചർച്ചയ്ക്കായി ടെഹ്റാനിലെത്തും. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്ക് വഴി സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഫീസ് ഏർപ്പെടുത്തുമെന്ന് ഇറാൻ. സമുദ്രപാതയിലൂടെ കടന്നുപോകുന്ന അംഗീകൃത രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് നാവിഗേഷൻ, സുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, ഇൻഷുറൻസ്, ഇന്ധന വിതരണം തുടങ്ങിയ സേവനങ്ങൾക്കായാണ് തുക ഈടാക്കുകയെന്ന് ടെഹ്റാൻ അറിയിച്ചു. ഇറാന്റെ പുതിയ പ്രോട്ടോകോളുകൾ ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന കപ്പലുകൾക്ക് പിഴ ചുമത്തൽ, തടങ്കലിൽ വയ്ക്കൽ, ആവശ്യമായാൽ കപ്പൽ കണ്ടുകെട്ടൽ വരെ ഉൾപ്പെടുന്ന ശിക്ഷകൾ നേരിടേണ്ടി വരും എന്നാണ് പ്രഖ്യാപനം. നിയമങ്ങൾ പാലിക്കാത്തതായി പട്ടികപ്പെടുത്തിയ കപ്പലുകളുമായി സ്റ്റാൻഡ് ടു സ്റ്റാൻഡ് ട്രാൻസ്ഫർ, ട്രാൻസ്ഷിപ്മെന്റ് ഉൾപ്പെടെയുള്ള ഇടപാടുകളിൽ ഏർപ്പെടുന്ന കപ്പലുകളെയും നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് ഇറാന്റെ തുറമുഖ മാരിടൈം അതോറിറ്റി അറിയിച്ചു. പേർഷ്യൻ ഗൾഫിലേക്കോ അവിടെ നിന്നോ ചരക്ക് നീക്കം നടത്തുന്നവർ കപ്പൽ ചാർട്ടർ ചെയ്യുന്നതിന് മുൻപ് നോൺ കംപ്ലൈന്റ് വെസൽസ് പട്ടിക പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ലോക എണ്ണവാതക വ്യാപാരത്തിലെ ഏറ്റവും നിർണായക പാതകളിലൊന്നായ ഹോർമുസിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് ഇറാന്റെ പുതിയ നീക്കം. അമേരിക്കയുമായുള്ള തർക്കം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ സമുദ്ര ഗതാഗതത്തിനുമേലുള്ള നിയന്ത്രണം ശക്തിപ്പെടുത്താനും വ്യാപാര സുരക്ഷാ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുമാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇറാനെതിരെയുള്ള യുഎസ് ഉപരോധ ഭീഷണിക്ക് പിന്നാലെ എണ്ണ വിപണിയിൽ ചാഞ്ചാട്ടം. നിക്ഷേപകർ പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിച്ചതോടെ എണ്ണവിലയിൽ 1% ഇടിവ് രേഖപ്പെടുത്തി. ബ്രന്റ് ക്രൂഡ് ഫ്യൂച്ചറുകൾ ബാരലിന് $1.22 ഇടിഞ്ഞ് $93.17 അതേസമയം WTI ക്രൂഡ് ബാരലിന് $1.20 കുറഞ്ഞ് $85.86 യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ സ്തംഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ചയിൽ ഇരു ബെഞ്ച്മാർക്കുകളും തുടർച്ചയായ രണ്ടാം ആഴ്ചയിലും 5% വർധനവ് കൈവരിച്ചിരുന്നു. ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പൽ ഗതാഗതം പരിമിതമാണ്. യുഎസ് സാമ്പത്തിക യുദ്ധം തുടർന്നാൽ ഹോർമുസ് വഴി എണ്ണ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട്. പശ്ചിമേഷ്യയിൽ പൂർണ്ണമായും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി മധ്യസ്ഥ രാജ്യങ്ങൾ വീണ്ടും രംഗത്ത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇറാൻ വിരുദ്ധ സാമ്പത്തിക ഉപരോധ നടപടികളുടെ വിശദാംശങ്ങൾ പുറത്തുവരാനിരിക്കെയാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കം. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീർ ഇന്ന് വൈകിട്ട് ചർച്ചയ്ക്കായി ടെഹ്റാനിലെത്തും. ട്രംപിന്റെ ഉപരോധ നടപടി ഇറാനുമായി സാമ്പത്തിക ബന്ധം തുടരുന്ന രാജ്യങ്ങളെയും കമ്പനികളെയും സമ്മർദ്ദത്തിലാക്കും എന്നാണ് വിലയിരുത്തൽ. ഇറാനിലെ എണ്ണ ഉൽപാദനത്തിന്റെ 80% വാങ്ങുന്നത് ചൈനയാണ്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്തിൽ പങ്കാളികളാകില്ലെന്ന് ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ, ഇന്ത്യ, തുർക്കി, പാകിസ്ഥാൻ, ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയ അയൽ രാജ്യങ്ങളെയും ഈ ഉപരോധം പ്രതികൂലമായി ബാധിക്കും. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം പരാജയപ്പെടുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഇറാനുമായി ബന്ധപ്പെട്ട എണ്ണ ശൃംഖലകൾ, പണമിടപാടുകൾ, നെറ്റ്വർക്കുകൾ എന്നിവ ഉപരോധിക്കാൻ ട്രംപ് സഖ്യരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്തിൽ പങ്കാളികളാകരുതെന്ന് ഇറാൻ സഖ്യരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പങ്കാളികളായാൽ ഹോർമുസ് കടലിടുക്ക് വഴിയോ പേർഷ്യൻ ഗൾഫ് വഴിയോ ഒരു തുള്ളി എണ്ണ പോലും കടന്നു പോകില്ല എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5:30 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ഓണാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 30 വരെ വാരാഘോഷം നീണ്ടുനിൽക്കും. തിരുവനന്തപുരത്ത് മാത്രം 35 വേദികളിലായി 340-ലേറെ കലാപരിപാടികൾ അരങ്ങേറും. നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ മുഖ്യാതിഥിയാകും. മന്ത്രിമാർ, എംപിമാർ, MLAമാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. കനകക്കുന്ന് വളപ്പിനെ ബിസിനസ് സോൺ,
ഫ്യൂച്ചർ സോൺ, ആർട്സ് ആൻഡ് കൾച്ചർ സോൺ, ഫുഡ് സോൺ എന്നിങ്ങനെ 4 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തലസ്ഥാനത്തെ ആഘോഷങ്ങളിൽ 3000-ഓളം കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. സമാപന ദിവസമായ ഓഗസ്റ്റ് 30-ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ജില്ലകളിലും 100 കണക്കിന് വേദികളിലായാണ് സജ്ജമാക്കിയിട്ടുള്ളത്. സംസ്ഥാനം ഓണാഘോഷത്തിന്റെ തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ആഴ്ച ഉത്രാടത്തിനും തിരുവോണത്തിനും മുൻപ് ബാങ്ക് ഇടപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തിങ്കളാഴ്ച, അതായത് ഇന്ന് മാത്രമാണ് ശേഷിക്കുന്നത്. അതിനാൽ ഇന്ന് തന്നെ ഇടപാട് നടത്താൻ ശ്രമിക്കേണ്ടതാണ്. ഈ ആഴ്ച 3 ദിവസം മാത്രമാണ് ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കുക. തിരുവോണം കഴിഞ്ഞാൽ വ്യാഴം, ശനി ദിവസങ്ങളിൽ മാത്രമാണ് ഇടപാട് നടത്താൻ സാധിക്കുക. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഉത്രാടവും തിരുവോണവും വെള്ളിയാഴ്ച ശ്രീനാരായണ ഗുരു ജയന്തിയുമായതിനാലാണ് ബാങ്കുകൾക്ക് അവധി നൽകിയിരിക്കുന്നത്. അതേസമയം ഓൺലൈൻ ഇടപാടുകൾക്ക് തടസ്സമുണ്ടാകില്ല. തമിഴ്നാട്ടിൽ വീണ്ടും ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വിജയ് സർക്കാർ. വർഷം 3 സൗജന്യ ഗ്യാസ് സിലിണ്ടർ നൽകുന്നതാണ് ഒരു പദ്ധതി. 2.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. പദ്ധതി അടുത്ത പൊങ്കൽ മുതൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് കൂടുതൽ ബസ്സുകളിൽ സൗജന്യയാത്ര അനുവദിച്ചതാണ് മറ്റൊന്ന്. നേരത്തെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരുന്നു സൗജന്യയാത്ര. ഇനി മുതൽ എക്സ്പ്രസ്, ഡീലക്സ് ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ലഭിക്കുന്നതിന് വരുമാന പരിധിയോ യാത്രകളുടെ എണ്ണമോ പോലുള്ള യാതൊരു നിബന്ധനയും ഉണ്ടാകില്ല. അതേസമയം വിവാദമായ പരാന്തൂർ വിമാനത്താവളം പദ്ധതി വിജയ് സർക്കാർ ഉപേക്ഷിച്ചെന്ന വാർത്തയുമുണ്ട്. ചെന്നൈയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയുള്ള പരാന്തൂരിൽ വിമാനത്താവളം നിർമ്മിക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് വിമാനത്താവള പദ്ധതിക്കെതിരെയുള്ള സമരക്കാർ ആരോപണം ഉന്നയിച്ചിരുന്നു. സമരക്കാർക്കൊപ്പമാണ് താനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പദ്ധതി ഉപേക്ഷിച്ചതായി തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് അറിയിച്ചത്. KSRTCയുടെ പ്രോജക്ട് സൂര്യയ്ക്ക് തുടക്കമായി. മികച്ച സാങ്കേതിക നിലവാരമുള്ള പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികളാണ് പ്രോജക്ട് സൂര്യയിൽ നടപ്പാക്കുക. ഇതോടൊപ്പം സാങ്കേതിക വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പുകളിൽ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയും KSRTC നടത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വലിയ അവസരങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. പ്രത്യേക ആഡ് ഓൺ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ബസ് ബോഡി ബിൽഡിംഗ്, എഞ്ചിൻ ഓവർഹോളിംഗ്, ഇലക്ട്രിക്കൽ വയറിംഗ്, ലൈറ്റിംഗ് സിസ്റ്റം എന്നിവയിൽ വർക്ക്ഷോപ്പുകളിൽ നേരിട്ട് പരിശീലനം ലഭിക്കും. KSRTC നൽകുന്ന സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. പോലീസ് സ്റ്റേഷനുകളിൽ പോകാതെ തന്നെ ഇനി FIR ലഭിക്കും. കേരള പോലീസിന്റെ പോൽ ആപ്പ് വഴി FIR എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാം. ഇതിനായി ആപ്പ് തുറന്ന് സർവീസസിലെ FIR ഡൗൺലോഡ് എന്ന ഓപ്ഷൻ തെരഞ്ഞെടുക്കുക. തുടർന്ന് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകി ബന്ധപ്പെട്ട FIR കണ്ടെത്തി പരിശോധിക്കാം. ലഭ്യമായ FIR പകർപ്പ് മൊബൈൽ ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനും കഴിയും. സാധാരണക്കാർക്കും ലളിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും പോൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാമെന്ന് കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും 1,20,000 കടന്നിരിക്കുകയാണ്. ഇന്ന് പവൻ 640 രൂപയാണ് കൂടിയത്. ഗ്രാമിന് 80 രൂപയും വർദ്ധിച്ചു. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 1,20,240 രൂപയും ഗ്രാമിന് 15,030 രൂപയുമായാണ് ഉയർന്നത്. 20 ദിവസത്തിനിടെ പവൻ വിലയിൽ 15,000 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 12,350 രൂപയും പവന് 98,800 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 260 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.